നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പങ്കജം അടുക്കളയിൽ തിരക്കിലായിരുന്നു. കോളിംഗ് ബെൽ ശബ്ദം കേട്ടപ്പോൾ അവൾ മനസ്സിലോർത്തു, രാമകൃഷ്ണനാവും. ഇവൻ്റെ ശല്യം എങ്ങനെയൊന്ന് ഇല്ലാതാക്കുക? ഏത് നേരത്താണാവോ ആ പെണ്ണിനെ ഇവന് കൊടുക്കാമെന്ന് പറയാൻ തോന്നിയത്? അവൾക്ക് ഇത് വല്ലതും അറിയണോ എന്ന് പിറുപിറുത്തുകൊണ്ട് പങ്കജം വന്ന് ഡോർ തുറന്നു. എന്താ പങ്കജം, പണിത്തിരക്കിലായിരുന്നോ? ഞാൻ എത്ര നേരായി വന്നിട്ട് എന്ന് ചോദിച്ച് രാമകൃഷ്ണൻ അകത്ത് കയറിയിരുന്നു. നീ ഇപ്പോൾ നിന്റെ വീട്ടിലെ കൃഷിയൊന്നും നോക്കുന്നില്ലേ രാമകൃഷ്ണ? ഞങ്ങളിൽ നിന്ന് കിട്ടാനുള്ള കാശിനായി കൃഷിയെല്ലാം ഉപേക്ഷിച്ചോ? പങ്കജം ചോദിച്ചു. പറമ്പിലെ പണി പണിക്കാരെടുത്തോളും പങ്കജം. കിട്ടാനുള്ള കാശ് വാങ്ങാൻ ഞാൻ തന്നെ വരണ്ടേ? രാമകൃഷ്ണൻ ചോദിച്ചു. ദിവസവും ഇവിടെ വരുന്നത് കൊണ്ട് നിന്റെ വണ്ടിയിലടിക്കുന്ന പെട്രോൾ ചെലവാവും എന്നേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ കാശാവുമ്പോഴല്ലേ തരാൻ കഴിയൂ. കാശായ രഘുവേട്ടൻ അവിടെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇവിടെ വരുന്നത്? പങ്കജം ചോദിച്ചു. കാശ് പോയത് എൻ്റെ അല്ലേ? നിങ്ങളെക്കാൾ ചൂട് എനിക്കുണ്ടാവുമല്ലോ. കഴിഞ്ഞ 10-12 ദിവസമായി ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. എന്നിട്ടും നിങ്ങൾക്ക് കാശ് തരണമെന്ന് തോന്നുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വരാതിരുന്ന നിങ്ങൾ കരുതും ഞാനത് വിട്ടുകളഞ്ഞുവെന്ന്. ഞാനതങ്ങനെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പെണ്ണിനെ കാണിച്ച് കാശ് തട്ടാനായിരുന്നു നിങ്ങളുടെ പദ്ധതിയെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് നടക്കില്ല അതൊന്നും, രാമകൃഷ്ണൻ പറഞ്ഞു. രാമകൃഷ്ണ, സത്യമായിട്ടും ഞങ്ങൾ അവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവൾ അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അവൾ ചതിച്ചതിന് നീ ഞങ്ങളെ ശല്യം ചെയ്തിട്ട് എന്താ കാര്യം? പങ്കജം ചോദിച്ചു. അവൾക്കും ചിലതൊക്കെ കൊടുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അത് അവൾക്ക് തന്നെ കൊടുത്തോളാം. എന്നാൽ ഞാൻ ചെലവാക്കിയ കാശ് നിങ്ങൾ എനിക്ക് തന്നേ പറ്റൂ. രാഘവൻ വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ ഇന്നും വന്നിരുന്നു എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ അവിടുന്ന് പോയി. ദേവൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഗൗരി നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഡൈനിങ് ഹാളിലേക്ക് വന്ന് രാമേട്ടനെ കണ്ട് ചോദിച്ചു. ഗൗരി കഴിച്ചോ രാമേട്ടാ? കഴിച്ചു കുഞ്ഞ്, മരുന്നും കൊടുത്തിട്ടുണ്ട്, രാമേട്ടൻ പറഞ്ഞു. അവൻ ഡൈനിങ് ടേബിളിനരികിലിരുന്നപ്പോൾ രാമേട്ടൻ കഴിക്കാനുള്ളത് വിളമ്പിക്കൊടുത്തു. പനി കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു, ദേവൻ പറഞ്ഞു. ഇടയ്ക്ക് വിട്ടു പനിക്കുന്നുണ്ട് കുഞ്ഞേ, നോക്കിയിട്ട് കൊണ്ടുപോവാം. കുഞ്ഞിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വരികയാണെങ്കിൽ എനിക്കൊന്ന് അമ്പലത്തിൽ പോകാമായിരുന്നു. ഗൗരിമോൾ ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെയാ വീട് പൂട്ടിപ്പോകുന്നത്? അമ്പലത്തിൽ നിന്ന് ജപിച്ച് കിട്ടുന്ന ചരട് കെട്ടിയാ പനി വേഗം മാറും, രാമേട്ടൻ പറഞ്ഞു. അപ്പോൾ ദേവൻ അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ്റെ അമ്മ അവൻ്റെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നത് ഓർമ്മയിൽ വന്നു. അതൊക്കെ സത്യമാണോ രാമേട്ട? ദേവൻ ചോദിച്ചു. എല്ലാം ഒരു വിശ്വാസമല്ലേ കുഞ്ഞേ? വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം കിട്ടും, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടൻ അത് വിശ്വാസമാണെങ്കിൽ ചെയ്തോ, ഞാൻ നേരത്തെ വരാം എന്ന് പറഞ്ഞ് ദേവൻ കഴിച്ചെഴുന്നേറ്റു. ദേവൻ പറഞ്ഞതുപോലെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരത്തെ വന്നു. കുളിച്ച് ഫ്രഷായതിനു ശേഷം അവൻ TV ഓൺ ചെയ്ത് ലിവിംഗ് റൂമിൽ സെറ്റിയിലിരുന്നു. അമ്പലത്തിൽ പോകാനായി വരാൻ പറഞ്ഞ ഓട്ടോ വന്നപ്പോൾ രാമേട്ടൻ അതിൽ കയറിപ്പോയി. ദേവൻ കുറച്ചു കഴിഞ്ഞ് TV ഓഫ് ചെയ്ത് ഗൗരിയുടെ റൂമിലേക്ക് ചെന്നു. ഉറങ്ങുകയാണെങ്കിൽ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി പതിയെ ഡോർ തുറന്ന് അകത്ത് കടന്നപ്പോൾ അവൾ ബെഡിൽ ചാരിയിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്നു. ഡോർ തുറന്ന് അകത്ത് കയറി വരുന്ന ദേവനെ നോക്കിയിരിക്കുന്ന ഗൗരിയോട് അവൻ പറഞ്ഞു. നീ ഉറങ്ങുകയാണെങ്കിൽ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയാ പതിയെ തുറന്നു വന്നത്. സന്ധ്യനേരത്ത് കിടക്കാൻ പാടില്ലെന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു, ഗൗരി പറഞ്ഞു. പനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ചെറിയ പനിയുണ്ടല്ലോ, അവൻ പറഞ്ഞു. അവൻ അവളിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യം അവൾക്ക് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അവൻ അവളുടെ അടുത്തായി ചെയർ എടുത്തിട്ടിരുന്നു. അവളുടെ മടിയിലിരിക്കുന്ന ബുക്ക് കണ്ട് അവൻ ചോദിച്ചു. നിനക്ക് ഈ ശീലമൊക്കെ ഉണ്ടോ? എന്നിട്ട് അവൻ ആ ബുക്ക് എടുത്ത് നോക്കി. നീ പഠിക്കുകയായിരുന്നോ? ബുക്ക് കണ്ട് അവൻ ചോദിച്ചു. എന്ന് മോളി അവൾ ആ ബുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അവൻ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിനക്കിതിനൊക്കെ എവിടെ സമയം? അവൻ ചോദിച്ചു. എനിക്ക് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇരുന്ന് പഠിക്കും, അവൾ പറഞ്ഞു. അവളിൽ അവന് അഭിമാനം തോന്നി. നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ? അവൻ ചോദിച്ചു. സംശയമെല്ലാം ഞാൻ നോട്ട് ചെയ്തു വയ്ക്കും, അവൾ പറഞ്ഞു. സംശയം വല്ലതുണ്ടെങ്കിൽ നീ ആരോടാ ചോദിക്കുക? നീ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ലെന്നർത്ഥത്തിൽ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ പഠിക്കുക? അവൻ ചോദിച്ചു. അവൾ പറയാൻ ചെറിയൊരു മടിയോടെ പറഞ്ഞു. അത് ഞാൻ ഓഫീസിൽ ചെന്ന് ഗൂഗിളിൽ നോക്കും. ഓഹോ, അപ്പം നീ ഓഫീസിൽ പോകുന്നത് വർക്ക് ചെയ്യാനല്ലല്ലേ? അവൻ ചോദിച്ചു. ഞാൻ വർക്കിംഗ് ടൈമിലൊന്നും നോക്കാറില്ല,
ലഞ്ച് ടൈമിലാണ് നോക്കാറ്, അവൾ പറഞ്ഞു. വർക്കിംഗ് ടൈമിൽ നോക്കാറേ ഇല്ല, അവൻ ഒന്നുകൂടി എടുത്തു ചോദിച്ചു. അത് ഇന്നലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം പോയതല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ സംശയങ്ങളുണ്ടായിരുന്നു. ലഞ്ച് ടൈമിൽ തീർന്നില്ല, അതുകൊണ്ട് കുറച്ച് സമയം. എന്നാലും ഞാൻ വർക്കിൽ പെൻഡിംഗ് ഒന്നും വരുത്തിയിട്ടില്ല, അവൾ പറഞ്ഞു. ദേവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. ശരിക്കും വർക്ക് പെൻഡിംഗ് ഒന്നും വരുത്തിയിട്ടില്ല. നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? രാജീവിനോട് ചോദിച്ചു നോക്കട്ടെ, നിന്റെ വർക്ക് വല്ലതും പെൻഡിംഗ് ഉണ്ടോ എന്ന്, ദേവൻ പറഞ്ഞു. അവൾ ഒരു പരുങ്ങലോടെ പറഞ്ഞു. അത് ഇന്നലെ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ട്. രാജീവേട്ടൻ തന്നെയാ പറഞ്ഞത് എല്ലാം ഒന്നിച്ച് ചെയ്യണമെന്നില്ലെന്ന്, അവൾ പറഞ്ഞു. രാജീവേട്ടനോ? രാജീവിനെ നീ ഏട്ടെന്നാണോ വിളിക്കുന്നത്? ദേവൻ ചോദിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു രാജീവേട്ടൻ്റെ വീട്. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ വിളിച്ചിരുന്നതെന്നാ രാജീവേട്ടൻ്റെ അമ്മ പറഞ്ഞത്, ഗൗരി പറഞ്ഞു. അത് കേട്ട് ദേവൻ്റെ മുഖമൊന്നു മങ്ങി. രാജീവുമായി നീ നല്ല അടുപ്പാണോ? ദേവൻ ചോദിച്ചു. അവൾ അവൻ്റെ ചോദ്യം മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി. അല്ല, നീ എല്ലാ കാര്യങ്ങളും രാജീവിനോട് പറഞ്ഞോ? ദേവൻ ചോദിച്ചു. അത് കേട്ട് അവളുടെ മുഖമൊന്നു മങ്ങി. ഇല്ല, അവൾ പറഞ്ഞു. അപ്പോൾ അവൻ ഒരാശ്വാസത്തിൽ അവളെ നോക്കി ചിരിച്ചു. നീ എന്തിനാ ഇന്നലെ ലൈറ്റ് ഓൺ ചെയ്യാതെ കിച്ചണിൽ പോയത്? ദേവൻ ചോദിച്ചു. അപ്പോൾ അവൾ പേടിയോടെ പറഞ്ഞു. ചെറിയൊരു വെളിച്ചം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. ഞാൻ സത്യം പറയുന്നത്, അന്ന് കണ്ട ആ സ്ത്രീയെ തന്നെയാ ഇന്നലെയും കണ്ടത്. എനിക്ക് തോന്നിയതൊന്നുമല്ല, ശരിക്കും ഞാൻ കണ്ടതാ. എൻ്റെ മഹാദേവനാണ് സത്യം. നീ ഇപ്പോഴും അതുതന്നെയാണോ വിശ്വസിക്കുന്നത്? ഇവിടെ ഒരു പ്രേതവും പിശാചും ഇല്ല, പിന്നെ ആകെയുള്ളത് ഒരു യക്ഷിയാ എന്ന് ദേവൻ പറഞ്ഞപ്പോൾ അവൾ പേടിയോടെ ചോദിച്ചു. യക്ഷിയോ? യക്ഷിയുണ്ടോ ഇവിടെ? നീ പേടിക്കണ്ട, അതിന് നീ കാണാനൊന്നും പോകുന്നില്ല. യക്ഷികൾക്ക് നിഴലുണ്ടാകില്ലെന്നല്ലേ പറയാറ്, അതുകൊണ്ട് നീ കണ്ണാടിയിൽ നോക്കിയാൽ പോലും കാണില്ല, ദേവൻ പറഞ്ഞു. നിങ്ങളെ എന്നെയാണല്ലേ യക്ഷിയെന്ന് പറഞ്ഞത്? നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തിന് നേരെ പിടിക്കാനായി അവൾ ചെന്നു. അവൻ അവളുടെ 2 കൈയിലും പിടിച്ചൊതുക്കി പറഞ്ഞു. എന്നാ വിചാരിച്ചിരുന്നത്, പിന്നീടാ മനസ്സിലായത് യക്ഷിയല്ല, ഒരു ദേവതയാണെന്ന് എന്ന് പറഞ്ഞവൻ അവളുടെ കണ്ണുകളിലേക്ക് ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ ആ നോട്ടം ഏറ്റുവാങ്ങാനുള്ള ശക്തി അവളുടെ കണ്ണുകൾക്ക് ഇല്ലായിരുന്നു. അവൾ ഒരു പതർച്ചയോടെ അവൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി. ആ സമയത്ത് ഒരു കോളിംഗ് ബെൽ കേട്ടു. ചെറിയൊരു ഞെട്ടലോടെ അവളുടെ കൈകൾ വിട്ട് ഏതോ സ്വപ്നലോകത്ത് നിന്നെന്ന പോലെ അവൻ ഉണർന്നു. രാമേട്ടനായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അല്പം മുന്നോട്ട് നടന്ന ശേഷം തിരിഞ്ഞു നിന്ന് പറഞ്ഞു. സംശയം വല്ലതുണ്ടെങ്കിൽ ലഞ്ച് ടൈം വരെ കാത്തിരിക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അവിടുന്ന് പോയി. അവൻ്റെ ആ വാക്കുകളും പ്രവൃത്തിയും അവളിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. ദേവൻ ചെന്ന് ഡോർ തുറന്നു കൊടുത്തപ്പോൾ രാമേട്ടൻ അകത്ത് കയറി വന്ന് കയ്യിലുണ്ടായിരുന്ന പ്രസാദത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. തിരക്കുണ്ടായിരുന്നോ രാമേട്ടാ? ദേവൻ ചോദിച്ചു. അധികം തിരക്കൊന്നുമില്ല കുഞ്ഞേ, ദീപാരാധനയ്ക്ക് കാത്തുനിന്നു, അതുകൊണ്ടാ വൈകിയത് എന്ന് പറഞ്ഞ് ആ പ്രസാദങ്ങൾക്കിടയിൽ നിന്ന് ഒരു ചരടെടുത്ത് രാമേട്ടൻ പറഞ്ഞു. ഇത് കുഞ്ഞിനു വേണ്ടി പ്രത്യേകം പറഞ്ഞ് ജപിച്ചു വാങ്ങിയ ചരടാ. ഇത് പിടിക്കൂ കുഞ്ഞേ, ഞാൻ കയ്യിൽ കെട്ടിത്തരാം എന്ന് പറഞ്ഞ് രാമേട്ടൻ കയ്യിലുണ്ടായിരുന്ന പ്രസാദം അവന് നേരെ നീട്ടി. എനിക്ക് ചരടൊന്നും വേണ്ട രാമേട്ടാ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ദേവൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി രാമേട്ടൻ പറഞ്ഞു. അവിടെ നിൽക്കു കുഞ്ഞേ, ഇത് പിടിക്ക്. കുഞ്ഞിന് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, ഇതെൻ്റെ ഒരു സമാധാനത്തിനാ. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മാറട്ടെ എന്ന് പറഞ്ഞ് ആ പ്രസാദം അവൻ്റെ ഇടത് കൈയിൽ വെച്ചുകൊടുത്ത് വലതു കൈയെടുത്ത് അതിൽ ചരട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാമേട്ടൻ പറഞ്ഞു. കുഞ്ഞിന് ജീവിതത്തോടുള്ള വെറുപ്പും നിരാശയും മാറി നന്നായി ജീവിക്കാൻ തോന്നണേന്ന് പ്രാർത്ഥിച്ച് പ്രത്യേകം ജപിച്ചു വാങ്ങിയ ചരടാ. എനിക്ക് ഉറപ്പുണ്ട് ഇതിന് ഫലം കാണുമെന്ന്. ജീവിതത്തിനോടുള്ള വെറുപ്പും നിരാശയും എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ രാമേട്ടാ. ജീവിതം എന്നെ പഠിപ്പിച്ചത് നല്ല പാഠങ്ങളൊന്നും അല്ലല്ലോ, അത്രയ്ക്ക് അനുഭവിച്ചില്ലേ ഞാൻ. ശരീരത്തിനേറ്റ മുറിവ് മരുന്നുകൊണ്ട് മാറ്റാൻ കഴിയും, മനസ്സിനേറ്റ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങില്ലല്ലോ, ദേവൻ പറഞ്ഞു. കാലത്തിന് ഏതു മുറിവുണക്കാനും കഴിവുണ്ട് കുഞ്ഞേ. കുഞ്ഞിൻ്റെ മനസ്സിലെ മുറിവുണങ്ങി തുടങ്ങാനുള്ള കാലായെന്ന് തോന്നുന്നു. ഗൗരിമോള് നല്ല കുട്ടിയാ, ആ കുട്ടി വിട്ടുകളയല്ലേ കുഞ്ഞേ, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടൻ അവൻ്റെ മനസ്സ് വായിച്ചു പറഞ്ഞതുപോലെ അവന് തോന്നി. ഒരു ഞെട്ടലോടെ ദേവൻ രാമേട്ടനെ നോക്കി. അവൻ്റെ കയ്യിൽ അത് കെട്ടിക്കഴിഞ്ഞ ശേഷം പ്രസാദം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി രാമേട്ടൻ പറഞ്ഞു. ഇനി ഇത് ഗൗരിമോൾക്ക് കെട്ടിക്കൊടുക്കട്ടെ. എന്നിട്ട് അതുമായി അവളുടെ റൂമിലേക്ക് പോയി. രാമേട്ടൻ പോകുന്നത് നോക്കി സന്തോഷത്തോടെ ദേവൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവിടുന്ന് അവൻ്റെ റൂമിലേക്ക് പോയി.